ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സഹറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടും കുറേ നാൾ കേടുകൂടാതെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, നല്ല ഉണ്ട റെസിപ്പിയാണ് കേട്ടോ. വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. മൂത്ത തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 250 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം നമ്മുടെ കറുത്തളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് 1/2 kg വേണം. അത് അവസാനമായിട്ടാണ് നമുക്കിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് മുഴുവനായിട്ടും ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ശർക്കര ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ശർക്കര ഉരുകി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. നമുക്ക് വറുത്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം റവയാണ് വറുത്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റവ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ്. അപ്പോൾ ഞാൻ റവ വറുക്കാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് വറുത്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വറുക്കുന്ന രൂപമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ വീണ്ടും എള്ളും ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് വറുത്തിട്ട് എടുക്കാം. അപ്പോൾ അതാ അത് എല്ലാം കൂടി വറുത്തെടുക്കുക. അപ്പം കപ്പലണ്ടി നിങ്ങളുടെ കയ്യിൽ വറുത്തത് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിളർപ്പാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വറുത്തതാണ് ഉള്ളത്. വറുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദാ നമ്മുടെ ആ ഒരു ശർക്കര മെൽറ്റായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ അരിച്ചു കൊടുത്താൽ നമ്മൾ ഉണ്ട കഴിക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ഉണ്ടക്ക് ഇതുപോലെ കണ്ട വേസ്റ്റ് കാണുന്നില്ല. ഇതുപോലെ വേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ട റെസിപ്പിയാണ് കേട്ടോ. സ്വീറ്റ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ദാ ഇതിലേക്ക് മൂത്ത് വരുന്നത് വരെ നമ്മുടെ ആ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കൈവിടാതെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരയിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മൂത്ത് വരുന്നവരെ ഇതൊന്നും ഇതാക്കി എടുക്കണം, അല്ലെങ്കിൽ പൂത്ത് പോകട്ടെ. നമ്മൾ ഉണ്ട ഉണ്ടാക്കി എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഉണ്ട വേഗം തന്നെ അത് പൂത്ത് അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ നോക്കിയിട്ട് എടുക്കുക. ചള്ള തേങ്ങനാക്കട്ടെ ഏറ്റവും നല്ലത് മൂത്ത തേങ്ങയാകുമ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വലിഞ്ഞിട്ടിട്ട്, അതുകൊണ്ടാണ് ഇതുപോലെ മൂത്ത തേങ്ങ എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം ഇത് നല്ല രീതിയിലൊന്ന് മെൽറ്റായിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റവയൊക്കെ നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് കൂടി ഇടാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇട്ടോട്ടാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഇനിയുള്ള ടൈം എന്ന് വെച്ചാൽ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ഒരു ടൈമാണ്. കൈവിടാതെന്ന് വെച്ചാൽ കുറേ ടൈം ഒന്നും ഇല്ല കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടി ഇതുപോലെ പിളർപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കുന്ന ടൈമിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആവട്ടെ. അതിന് വേണ്ടിയിട്ടാണ് പിളർപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പിന്നെ വറുത്തെടുത്ത കപ്പലണ്ടി ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വറുത്തതല്ല എന്നുണ്ടെങ്കിൽ മാത്രം വറുത്തിട്ട് കൊടുക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് വറുത്ത് കൊടുക്കട്ടോ. അപ്പോൾ അതും കൂടി ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നല്ല കൈവിടാതെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉണ്ട റെസിപ്പിയാണ് കേട്ടോ. സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ 1/2 kg കേട്ടോ. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ 1/2 kg ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടയാക്കിയിട്ട് ഇന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. പിറ്റേത്തെ ദിവസം കഴിക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ക്രിസ്പി
ക്രിസ്പിനെസ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റും ആ ഒരു എന്താ പറയണ്ടേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേത്തെ ദിവസമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കട്ടെ. അപ്പോൾ ദാ ഇത് മുഴുവനായിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ആ ഒരു RKG എല്ലായിടത്തും എത്തും വിധം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്ന്. അപ്പം നല്ല രീതിയിലൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കട്ടാം. അപ്പോൾ ദാ ഇത് ഇനി പാനിൽ നിന്ന് നല്ല രീതിയിൽ ഇതുപോലെ വിട്ട് വന്ന് വേണ്ട ആ ഒരു ഓയിൽ ആ ഒരു ടൈമിൽ നമ്മുടെ RKG ഒക്കെ ആക്കി ഇങ്ങനെ വിട്ട് വരുന്ന ടൈമിൽ ഇതാ ഇതുപോലെ നമ്മളൊന്ന് പരത്തി കൊടുക്കുമ്പോൾ അതേപോലെ ഒന്ന് പരന്ന് എന്ന് പറയണ്ടേ അവിടെ അമർന്നിരിക്കണം കേട്ടോ. ആ ഒരു രീതിയാണ് നമ്മുടെ ഈ ഉണ്ടൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ നല്ല ഉരുണ്ട് വരുന്ന ആ ഒരു പരുവുണ്ട് കേട്ടോ. പൊടിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ ശർക്കര ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉരുകിയിട്ട് നല്ല രീതിയിലൊന്ന് മെൽറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നോക്കുമ്പോൾ നല്ല രീതിയിലൊന്നും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇതാ ഈ ഒരു രൂപത്തിൽ വേണം നമ്മളിങ്ങനെ ഇങ്ങനെ പെരക്കി കൊടുക്കുന്ന ടൈമിൽ ഇതാ ഇതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ കാണില്ല ഇതുപോലെ ഒന്ന് എല്ലാം നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് വരണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തീയൊന്ന് ഓഫാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ഈ ഇതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം തീയൊന്ന് ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഉണ്ട പിടിക്കേണ്ട ആ ഒരു രീതി എന്ന് പറയുന്നത് ഉണ്ട ആ ഒരു ചൂടുള്ള ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഉണ്ട തണിഞ്ഞു പോയാൽ പിന്നെ ഉണ്ടയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അതുപോലെ ഇതുപോലെ കയ്യിൽ ആദ്യം ഒന്ന് ഓയിലിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ എടുക്കട്ടെ. ആ ഒരു ചൂടോട് കൂടി തന്നെ വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ശർക്കരൻ്റെ ആ ഒരു ചൂട് തണിയുന്നതിന് മുന്നേ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. അപ്പോൾ അതാ നല്ല ചൂടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെയാണ് ഞാനിത് ഇളം ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കട്ടോ. അപ്പം നമ്മൾ മറ്റുള്ള ഉണ്ടകളൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ഇളം ചൂടോട് കൂടി തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ദാ ഞാൻ ഉണ്ടയുടെ ഒന്ന് ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ദാ ഉണ്ട എടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഈ നല്ലൊരു ക്രിസ്പിനെസ് ആയിട്ടാണ് നമ്മുടെ ഈ ഉണ്ടക്ക് ഉണ്ടാവുക. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടാൻ കൂടി മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.